ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജാപ്പൻ അനിമി സീരീസ് ആയ ടക്കമിച്ചി മൂൺലൈൻ ഫാന്റസി സീസൺ 1 എപ്പിസോഡ് 2 ആണ്. വീഡിയോ ആണ് എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ പറയുന്ന സമയം കളയാതെ നമുക്ക് റിവ്യൂലോട്ട് പോവാം. ഷിയാൻ എന്ന ഡ്രാഗനുമായി ഫൈറ്റ് ചെയ്ത് ഹീറോ അതിന്റെ മാസ്റ്ററായി മാറുന്നു. അതുപോലെ ആ ഡ്രാഗൻ ഒരു പെണ്ണിന്റെ രൂപത്തിലോട്ട് മാറും. നീ ഒരു ഡ്രാഗൻ ആയതുകൊണ്ട് നിന്റെ പൊക്കത്തിരുന്ന് ട്രാവൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. നീ ഒരു പെണ്ണിന്റെ രൂപത്തിലോട്ട് മാറിയല്ലോ എന്ന് ഹീറോ പറയുന്നു. കോൺട്രാക്ട് ഇടുമ്പോൾ ആരുടെ സൈഡാണോ പവർഫുൾ അവരുടെ രൂപത്തിലോട്ട് മാറും. നീ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമൻ രൂപത്തിലോട്ട് മാറിയത് എന്ന് അവൾ പറയുന്നു. ഒരു മാസ്റ്റർക്ക് ഒരു സാമുറായി എപ്പോഴും വിശ്വസ്തനായിരിക്കും എന്ന് അവൾ പറയുന്നു. നീ ഇതെല്ലാം എന്റെ മെമ്മറി നിന്നാണ് കണ്ടത് എന്ന് ഹീറോ ചോദിക്കുന്നു. ശരി, എന്റെ മെമ്മറിയിലുള്ള മൂവിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. എന്റെ ബോഡി എന്ത് വേണമെന്ന് ചെയ്തോ മാസ്റ്റർ, അതിൽ എനിക്കൊരു കുഴപ്പമില്ല. ശരി, വരൂ മാസ്റ്റർ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കാണിക്കണം എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക് ഗേറ്റ് ഓപ്പൺ ആക്കുന്നു. ഇത് നിന്റെ ഇല്യൂഷൻ അല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. അല്ല, ഇതെന്റെ ഡെമി പ്ലെയിൻ ലോകത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. എന്റെ മോനെ കൊള്ളാലോ, ഇതേത് സ്ഥലം എന്ന് ഹീറോ ചോദിക്കുന്നു. അത് എനിക്കും അറിയില്ല, ഇതേത് സ്ഥലം? എന്റെ ഡെമി പ്ലെയിൻ എപ്പോഴും ബ്ലാക്ക് കളർ എംടി സ്പേസ് ആയിരിക്കും, ഇതൊന്നും മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു എന്ന് അവള് പറയുന്നു. ആ ഫ്രൂട്ട് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ അത് മരത്തിൽ നിന്ന് പറിച്ചു കൊടുക്കുന്നു. വാവ്, ഇത് കൊള്ളാം എന്ന് ഷീം പറയുന്നു. ഇവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് ഹീറോ മാജിക് യൂസ് ചെയ്ത് ടോട്ടൽ സ്ഥലം സ്കാൻ ചെയ്ത് നോക്കുന്നു. ഏകദേശം ഒരു ചെറിയ ലോകം തന്നെ അതിനുള്ളിലുണ്ട്. ഹീറോയുമായി കോൺട്രാക്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഹീറോയുടെ മെമ്മറി ഉള്ള പോലെ ഈ സ്ഥലം ക്രിയേറ്റ് ആയിരിക്കുന്നത്. മിസ്റ്റിഗേറ്റ് യൂസ് ചെയ്ത് മാത്രമേ ഡെമി പ്ലെയിനിന് വരാൻ സാധിക്കത്തുള്ളെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഗോഡസ് ഏൽക്കില്ല. ഗോഡസ് അറിയാതെ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാമെന്ന് ഹീറോ ചിന്തിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഒരു സിറ്റി തന്നെ നമുക്ക് ഉണ്ടാക്കാം, അത്രയും സ്ഥലമുണ്ട് ഇതിനകത്ത് എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ മാസ്റ്റർ ആർക്കിനെ വെച്ചൊരു സിറ്റി ഉണ്ടാക്കാൻ ആലോചിക്കുവാണ് എന്ന് ഷീൻ ചിന്തിക്കുന്നു. മക്കട്ടോ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ആ ഷീനിനെ എതിർക്കരുത്, അത് വളരെ ആപത്തായതാണ് എന്ന് യമ പറയുന്നു. അവരെന്നെ ഓൾറെഡി അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിന് സ്വന്തമാക്കി. ഞാനാണ് ഇൻവിസിബിൾ ഗ്രേറ്റ് ഡ്രാഗൺ ഷീൻ എന്ന് അവൾ പറയുന്നു. അവൻ എന്റെ കൂടെ കോൺട്രാക്ട് ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യമ ഷോക്കാവുന്നു. ഇതാണ് എന്റെ ഫ്രാഗ്മെന്റ്സ്, ഇപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിക്കുക എന്ന് അവൾ ചോദിക്കുന്നു. ഇത് ഉറപ്പായിട്ടോ ഇൻവിസിബിൾ ഡ്രാഗൺ ഷീൻ തന്നെയാണ്, ഇവളെങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞ് യാമയുടെ ബോധം പോകുന്നു. വില്ലേജ് സേഫ് ആയെന്നും പറഞ്ഞ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ വില്ലേജിന് ഹീറോ ശരിക്കും ഒരു ഹീറോയെ മാറുന്നു. മക്കട്ടോ, നീ ഞങ്ങളുടെ വില്ലേജ് രക്ഷിച്ചു, വെരി താങ്ക്സ് എന്ന് യാമ പറയുന്നു. നമ്മുടെ ഇടയിൽ എന്ത് ഫോർമാലിറ്റി, അതൊന്നും കുഴപ്പമില്ല എന്ന് ഹീറോ പറയുന്നു. ഇപ്പോൾ ഷീനും വില്ലേജ് ചീഫ് പോലത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മോൾ സാക്രിഫൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് മക്കട്ടോ ഇതെല്ലാം ചെയ്തത്, ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നയാൾ പറയുന്നു. നിങ്ങൾക്ക് അവനെ റീപേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾക്കൊരു സൂപ്പറായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഇതെന്തായാലും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ബൈ പറയാൻ വേണ്ടിയാണോ എന്ന് ഹീറോ ചോദിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആർക്ക് വെച്ച് നമുക്ക് ഡെമി പ്ലെയിനെ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്ന് അവൾ പറയുന്നു. മേഡൻ ഷീന്റെ സാഞ്ചറിലിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നു എന്ന് ആർക്ക് പറയുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നീ എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ഹീറോ ചോദിക്കുന്നു. നിങ്ങളല്ലേ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, അതുകൊണ്ട് ഇവരെ വെച്ച് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്ന് ഷീം പറയുന്നു. ഇവരെ ഡെമി പ്ലെയിന് വിട്ട് കഴിയുമ്പോൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്താലോ എന്ന് ഹീറോ ചോദിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവന്റെ മുഖത്ത് ഞാൻ ചവിട്ടും എന്നൊരു കുട്ടി പെണ്ണു എന്ന് പറയുന്നു. ഷീൻ, നിനക്കൊരു കൊച്ചുണ്ടായിരുന്നാ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇവൾ എന്റെ കൊച്ചൊന്നുമില്ല, ഇവളെന്റെ ഫ്രാഗ്മെന്റ് ആണ് എന്ന് ഷീൻ പറയുന്നു. നിന്റെ അടുത്ത് എന്തുമാത്രം പവറുണ്ട് എന്ന് ഹീറോ ചോദിക്കുന്നു. അത് ഞാൻ പിന്നെ പറയാം എന്ന് അവള് പറയുന്നു. ഞങ്ങളുടെ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും എന്ന് അവർ പറയുന്നു. ഷീൻ ഒരു സെക്കൻഡ് കൊണ്ട് മിസ്റ്റ് യൂസ് ചെയ്ത് എല്ലാവരും ഡെമി പ്ലെയിനോട് അയക്കുന്നു. വിഷമിക്കേണ്ട മാസ്റ്റർ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും സന്തോഷത്തോടെ നമുക്ക് ജീവിപ്പിക്കും എന്ന് ഷീൻ പറയുന്നു. അങ്ങനെ കുറേ ദിവസം കടന്നു പോകുന്നു. ആർക്കെല്ലാം അവരുടേതായ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ അടുത്ത് വിൻഡ് മാജിക് ഒഴികെ ബാക്കി എല്ലാ മാജിക്കും ഉണ്ട്. എന്നാൽ അതിൽ വാട്ടർ മാജിക്കിന്റെ ഇൻഫിനിറ്റി കുറച്ച് കൂടുതലാണ്. ഈവൻ ലൈറ്റ് മാജിക് ആൻഡ് ഡാർക്ക് മാജിക് വരെ ഹീറോയ്ക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഷിൻ ഹീറോയുടെ മെമ്മറീസിലുള്ള മൂവി എല്ലാം കണ്ടിട്ട് എനിക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ നിങ്ങളുടെ തലയും കൊണ്ടുപോകാ എന്ന് ഷീൻ പറയുന്നു. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ, എത്ര നേരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ മാസ്റ്റർ ഞാനായതുകൊണ്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെന്ന് നീ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്തുകൂടാ എന്ന് ഹീറോ ചോദിക്കും. നിങ്ങൾ എന്റെ മാസ്റ്റർ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ മാസ്റ്ററാണ്, സോ ഒരു മാസ്റ്ററായിട്ട് ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാസ്റ്ററായിരുന്നുകൊണ്ട് നീ എന്റെ മെമ്മറി ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞ് ഹീറോയുടെ മെമ്മറി പിടിച്ചു വലിക്കുന്നു. അപ്പോൾ ക്യാറ്റ് ഗേൾ വരുന്നത് കണ്ടിട്ട് മ്യാവ് മാസ്റ്റർ, നിങ്ങളുടെ മെമ്മറി എനിക്ക് തരുമെന്നേ എന്ന് അതിലുള്ളതുപോലെ കാണിക്കുന്നു. എന്റെ മെമ്മറി എടുത്തു വെച്ച് കണ്ടാൽ പോരെ, എന്തിനാ എന്റെ തലേന്ന് കാണാൻ നോക്കുന്നേ എന്ന് ഹീറോ ചോദിക്കുന്നു. റെക്കോർഡ് ചെയ്ത് കാണുന്ന ഫോട്ടോ നോക്കുന്ന പോലെയും ഡയറക്റ്റ് കാണുന്ന വീഡിയോ കാണുന്ന പോലെ ക്വാളിറ്റി കൂടുതലായിരിക്കും എന്ന് അവൾ പറയും. എന്ന് പറഞ്ഞ് എത്ര നേരം ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനാ എന്ന് ഹീറോ ചോദിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനെങ്കിലും ഒരു TV റെഡിയാക്കാൻ നോക്കട്ടെ, മീഡിയ പ്ലെയറും എന്ന് പറഞ്ഞ് അവള് പോകുന്നു. TV മീഡിയ അല്ലേ, എന്റെ മെമ്മറി കണ്ടുപിടിച്ചേക്കുവാണ്, എന്റെ മെമ്മറി അവിടെ വിട്ടിട്ട് പോയേക്കുവാണല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവന്റെ ഫാമിലി ഫോട്ടോ കാണും. എന്റെ അച്ഛനും അമ്മയും ഈ ലോകത്തുനിന്നാണ് വന്നിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹ്യൂമൻ വേൾഡിൽ പോയി ഇപ്പൊ തന്നെ അച്ഛനും അമ്മേനെ പറ്റി തിരക്കണം, അതാണ് എന്റെ ഇപ്പോഴത്തെ ഗോൾ എന്ന് ഹീറോ പറയും. ഇപ്പൊ ഒരു എൽഡർ ലാഫ് എന്തിനോ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. അവനെ ഒരു സ്പൈഡർ മോൺസ്റ്റർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ ബ്ലാക്ക് ഡിസാസ്റ്റർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൾ ചിന്തിക്കുന്നു. എന്താണ് ഈ സ്വല ഹെൽപ്പും വേണം
എന്ന് ഹീറോ ചോദിക്കുന്നു. ആ വേണം, ഞങ്ങൾക്ക് ഈ മരം ഒന്ന് വെട്ടണമായിരുന്നു എന്ന് ആർക്ക് പറയുന്നു. ഓ അത്രേ ഉള്ളൂ, ശരി, നിങ്ങളെന്ന് കത്തി വെച്ച് വെട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. സൂക്കിയാമി എന്ന പവറിന് ഞാനൊരു പേര് വെച്ചിട്ടുണ്ട്, അതാണ് കായ്. അത് യൂസ് ചെയ്ത് ഈ ബ്ലേഡ് സ്ട്രോങ് ആക്കി മാറ്റണം, എന്നിട്ട് ഫയർ ഇൻഫിനിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് ഹീറോ ആ മരം നിസ്സാരമായിട്ട് കട്ട് ചെയ്യുന്നു. അടുത്തത് എന്റെ ബോഡി സ്ട്രെങ്ത് ആക്കണം എന്ന് പറഞ്ഞ് അത്രയും വലിയ മരത്തിനെ പൊക്കിയെടുത്ത് അവിടെ വെക്കുന്നു. അല്ല നിന്റെ കൈക്ക് എന്ത് പറ്റി എന്ന് ഹീറോ ചോദിക്കുന്നു. ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് ആർക്ക് കാണിക്കുന്നു. ഹീറോ അത് നിസ്സാരമായി ഹീൽ ചെയ്ത് കൊടുക്കുന്നു. മാന യൂസ് ചെയ്യാതെ എങ്ങനെയാണ് എന്നെ ഹീൽ ചെയ്തത് എന്ന് ആർക്ക് ചോദിക്കുന്നു. ഓ അപ്പൊ ഞാൻ മാന യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഷീനും എന്നെ കണ്ടുപിടിക്കാനല്ലേ. സൂക്കിയാമ എന്ന പവറിന് ഒത്തിരി താങ്ക്സ് എന്ന് ഹീറോ വിചാരിക്കുന്നു. ഹീറോയുടെ കൈ ഇഞ്ചുറി ആയിട്ടുണ്ട്. ഹീറോ അത് ഹീലാക്കാൻ നോക്കുന്നു, എന്നാൽ അത് ഹീലാകുന്നില്ല. ഓ അപ്പൊ എനിക്ക് എന്നെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഹീറോ വിചാരിക്കുന്നു. ഷീൻ ആരാത്, നീ അവനെ കൊന്നാ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാനല്ലേ ഇത് ചെയ്തത്, ആ ബ്ലാക്ക് ഡിസാസ്റ്ററാണ് ഇത് ചെയ്തത് എന്ന് അവള് പറയുന്നു. അയ്യോ മാസ്റ്റർ, നിങ്ങളുടെ കൈക്ക് പരിക്ക് പറ്റിയ അത് നിങ്ങളുടെ രക്തത്തിന്റെ സ്മെല്ലിൽ ഇങ്ങോട്ട് വരും, നോക്കിക്കോ എന്ന് ഷീൻ പറയുന്നു. നോക്കിയാൽ സ്പേസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ബ്ലാക്ക് ഡിസാസ്റ്റർ സ്പൈഡർ അങ്ങോട്ട് വരുന്നു. എന്റെ കയ്യിൽ ഒരു പരിക്ക് പറ്റിയ ആളുണ്ട്, അതുപോലെ മറ്റാർക്കുകളെ ഞാൻ സേഫ് ആയിട്ട് നോക്കിക്കോളാം, നിങ്ങൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യൂ മാസ്റ്റർ എന്ന് അവള് പറയുന്നു. അതിനെന്തിനാടി നീ എന്നോട് ഇട്ട് ദൂരത്തോട്ട് ഓടിപ്പോണേ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇപ്പോൾ ആ സ്പൈഡർ ഹീറോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഷീൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന് ഹീറോ പറയുന്നു. അതൊരു ഏൻഷ്യന്റ് മോൺസ്റ്റർ ആണ്, അതിന് വിശപ്പ് തീരുന്നവരത് കഴിക്കും, അതിന്റെ ശാപം അതാണ്. ഈവൻ ആ ആക്സ് വരെ അതാണ് കഴിച്ചിരിക്കുന്നത്. ഹീറോ നോക്കുന്നു. ഷീൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ, നീ ഒരു ഗ്രേറ്റ് ഡ്രാഗൺ അല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാൻ ഓൾറെഡി അതുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യുന്ന വേസ്റ്റ് ആണ്, ഒരു തവണ എന്റെ പരിക്ക് പറ്റിയതിനു ശേഷം അത് ഓടിപ്പോയി എന്ന് അവള് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ഹീറോയും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവുന്നു. അതിന്റെ കാല് മുറിച്ച് കളയുന്നു. പൊക്കത്ത് ഫയർബോൾ ചാർജ് ആയിക്കൊണ്ട് അവൻ സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഹീറോ അതിന്റെ കാല് വെട്ടിയാൽ അത് പെട്ടെന്ന് റീജനറേറ്റ് ആകുന്നു. എത്ര തവണ ഹീറോ അതിന്റെ കാല് വെട്ടിയാൽ അത് വീണ്ടും വീണ്ടും റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് ഹീറോ ആരോ വെച്ച് പവർഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയും നേരം ചാർജ് ആയിക്കൊണ്ടിരുന്ന ഫയർ ബോളെയും അതിന്റെ ദേഹത്തോട്ടിടുന്നു. അതിനെ അറ്റാക്ക് ചെയ്ത് ഓടുന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ അത് ഓടാത്തത് എന്ന് ഹീറോ ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്, നിങ്ങളതിന് കൂടുതൽ ഡാമേജ് കൊടുത്തു എന്ന് അവള് പറയുന്നു. ഹീറോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു സമുറായിനെ പോലെ തന്റെ എനിമീനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനെ ഇങ്ങോട്ട് വരുത്തിയത് എന്ന് ഷീൻ പറയുന്നു. ഞാനൊരു ഡാർഫാണ്, എൻ വെപ്പൺ കൊണ്ട് പോലും അതിനൊന്നും സംഭവിക്കുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു ഡാർഫ് ചോദിക്കുന്നു. ഓ നിങ്ങളുടെ എൽഡർ ഡാർഫാണല്ലേ, അല്ല കാര്യം നിങ്ങൾ രക്ഷിച്ചത് എന്ന് ഷീൻ പറയുന്നു. ഹീറോ എത്ര അറ്റാക്ക് ചെയ്താലും അത് റിക്കവർ ആവുന്നു. അത് പെട്ടെന്ന് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയുടെ ബാരർ പൊട്ടിച്ച് വന്നിട്ട് ഹീറോയെ അത് കുത്തുന്നു. ഹീറോയുടെ ബോഡിയിൽ കുറെ പരിക്കുകൾ പറ്റുന്നു. ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തിന്നാൻ നോക്കും എന്ന് ഹീറോ ടെൻഷൻ ആവും. ഇപ്പോഴൊരു വലിയ ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാവുന്നു. സ്പൈഡറിന്റെ ബോഡി പീസായി ചിതറി പോകുന്നു. മാജിക് പവർ യൂസ് ചെയ്ത് ഹീറോ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. മാസ്റ്റർ ഇത്ര നേരം ഈ ഡെമി പ്ലെയിൻ ഒന്നും സംഭവിക്കരുതെന്നും പറഞ്ഞാണ് ഹോൾഡ് ബാക്ക് ചെയ്തത്, എന്നാൽ മാസ്റ്റർ ഇപ്പൊ പവർ കൂടിയിട്ടുണ്ട് എന്ന് ഷീൻ മനസ്സിലാക്കുന്നു. ഹീറോയുടെ അറ്റാക്ക് ഒക്കെ ഇപ്പൊ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. ആ ഡ്വാർഫ് തന്നെ ഷോക്കായി പോകുന്നു. അതുപോലെ ഷീനും. ഹീറോയുടെ കുറെ ബ്ലഡ് പോയത് കൊണ്ട് ഹീറോയുടെ ബോധം പോകുന്നു. പെട്ടെന്ന് ആ സ്പൈഡർ ഹീറോയെ പിടിച്ച് തിന്നാൻ പോകണം നോക്കിയാൽ അത് ഹീറോയെ പിടിച്ച് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ത് കോപ്പ് എന്ന് ഷീൻ നോക്കുന്നു. ഇത്രയും ടേസ്റ്റ് ഉള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല, എന്റെ വിശപ്പോധം തീർന്നിരിക്കുന്നു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇനിയുള്ള കാലം മൊത്തം ഞാൻ നിന്റെ കൂടെ ആയിരിക്കും എന്നാ സ്പൈഡർ പറയുന്നു. എന്റെ മാസ്റ്ററിനെ വിളടി എന്നും പറഞ്ഞ് ഷീൻ അതിന്റെ മുഖത്തൊരു ചവിട്ട് കൊടുക്കുന്നു. നീ ആരാടി എന്നാ സ്പൈഡറും ചോദിക്കുന്നു. ഓ നീ എന്നെ ഈ രൂപത്തിൽ കണ്ടു കാണില്ല, ഇവരാണ് എന്റെ മാസ്റ്റർ, ഞാനാണല്ലോ ഗ്രേറ്റ് ഡ്രാഗൺ ഷീൻ, നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നവള് പറയുന്നു. ഇത്രയും നാളെ എനിക്ക് ഫുഡ് എന്ന വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് സ്പൈഡർ പറയുന്നു. ലൈഫ് മൊത്തം എന്റെ മാസ്റ്ററിന്റെ കൂടെ ഇരിക്കണമെന്നല്ലേ നീ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അതിന് എന്റെ ഒരു ഐഡിയ ഉണ്ട്. നീ എന്റെ മാസ്റ്ററിന്റെ കൂടെ കോൺട്രാക്ട് ഇടണോ, മാസ്റ്റർക്ക് നമ്മൾ രണ്ടുപേരെയും കമാൻഡ് ചെയ്യാൻ സാധിക്കും, എന്നാൽ നീ ഒരു ഹ്യൂമൻ ഫോമിലോട്ട് മാറിയാൽ നന്നായിരിക്കും എന്ന് ഷീൻ പറയുന്നു. നീ അവരുടെ സർവന്റ് ആണോ, നിന്റെ ഇഷ്ടത്തിന് കോൺട്രാക്ട് ഇടാനൊക്കെ പറയുന്നു, അത് ഞാൻ നോക്കിക്കോളാം എന്ന് ഷീൻ പറയുന്നു. ആ സ്പൈഡറിന്റെയും ഷീന്റെയും അവർ ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഹീറോയാണ് അവരെക്കാട്ടിലും പവർഫുൾ. ആ സ്പൈഡർ സർവന്റായി മാറുന്നു. നിനക്ക് ബ്ലാക്ക് ഹെയർ ആണല്ലേ എന്ന് ഷീൻ സങ്കടപ്പെടുന്നു. അങ്ങനെ ഹീറോ കണ്ണു തുറക്കുന്നു. ഞാൻ ചത്തില്ലല്ലേ, നിങ്ങൾ തന്നതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു മാസ്റ്റർ, എന്റെ ബോഡിയും സോളും എല്ലാം നിങ്ങൾക്കാണ് എന്ന് സ്പൈഡർ പറയുന്നു. ഇവള് കാണാൻ ക്യൂട്ടാണ്, അല്ല ആരേത് എന്ന് ഹീറോ ചിന്തിക്കുന്നു.